കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്കിങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട രാത്രി കൂടെ നൽകിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പിന്നെയും അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചും പഠിച്ചും വരുന്നത്. ഈ വിഷയങ്ങൾ എന്നേക്കാൾ നന്നായി പഠിപ്പിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ കോട്ടയം അസംബ്ലിയിലുണ്ട്, എനിക്കറിയാം. എങ്കിലും എനിക്കും ഇങ്ങനൊരവസരം നൽകിയ സഭയോടുള്ള പ്രത്യേകമായ നന്ദി ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്ന വിഷയമാണ് ചിന്തിച്ചു വന്നത്. ഇന്ന് രാത്രിയിലും അതേ വിഷയത്തിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടുന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഹൃദയത്തിൽ സ്വീകരിച്ചാണ് യേശു കർത്താവ് നമ്മുടെ കർത്താവും ദൈവവുമായിട്ട് മാറിയത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചിരുന്നു, കർത്തൃത്വം എന്ന വാക്ക് ആധിപത്യം, ഡൊമീനിയൻ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നുള്ള വാക്കുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, അങ്ങ് പറഞ്ഞു വന്നതിന് ശേഷം ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പേര്, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ വ്യക്തിത്വം, കർത്താവിൻ്റെ ആ അപ്രമേയമായിരിക്കുന്ന മഹത്വം, ഇതെല്ലാം നാം പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമമായിരിക്കുന്ന ഭാഗ്യമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ആ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബോധ്യമാകാതെയും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കാതെയും കർത്താവേ എന്ന് വിളിക്കുന്ന ആ ഭയങ്കരമായൊരു അപകടസന്ധി അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഫസിങ് ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ ക്രിസ്തു മതവിഭാഗങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ കർത്താവെന്ന പേര് വിളിക്കുന്ന, കേവലം ഒരു പേരായിട്ട് അതിനെ കാണുന്ന ആളുകളുണ്ട്. അതിൻ്റെ നടുവിലാണ് നാം യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് കൺഫസ് ചെയ്ത് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ് നാം അതിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. ആ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു വ്യക്തിക്ക് ഏറ്റുപറയുവാൻ കഴിയുകയില്ല എന്ന് നാം അവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം കർത്താവ് നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ എന്നാണ് നാം വായിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ലോർഡ് റെസ്ക്യൂഡ് us ഫ്രം ദ ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്, അഥവാ ഇരുട്ടിൻ്റെ അതിഭയങ്കരമായ ആധിപത്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം കർത്താവ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവിന് എല്ലാ അധികാരത്തിനും മീതെ, സർവ അധികാരങ്ങൾക്കും മീതെയുള്ള അധികാരം കർത്താവിന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സ്വർഗത്തിൻ്റെ അധികാരത്തിലേക്ക്, വെളിച്ചത്തിൻ്റെ അധികാരത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന
പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയങ്ങളുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നാം കർത്താവിനെ സ്വീകരിച്ചത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് വാഴിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഭരണം നടക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് എത്രമാത്രം ഭരണം നടത്തുവാൻ, അല്ലെങ്കിൽ എത്രമാത്രം ഭരണസാരഥ്യത്തിൽ കർത്താവിന് മുന്നേറുവാൻ നാം അവസരമൊരുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് പറഞ്ഞു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് നാം നമ്മുടെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. പത്രോസിനോട് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പത്രോസിനോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് വരുമ്പോഴാണ് ഈ കർത്തൃത്വത്തിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ ആ അധികാര പരിധി നമ്മിൽ അത് വളരെയധികം ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ നാം അതിന് കീഴ്പ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഗൗരവമായി ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരണം. കർത്താവ് നമ്മളെ അങ്ങനെയാണ് സ്നേഹിച്ചത്. അവൻ നമ്മെ സ്നേഹിച്ചു. നാം അങ്ങോട്ട് സ്നേഹിച്ചതല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കാൽവറിയിലെ ക്രൂശിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇനി നമ്മൾ 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവം എന്നെ കാണുന്ന ഒരു ദൈവമാണ്. എന്നെയും നിങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെ, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ ആധിപത്യം എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്? നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വാഴുന്നുണ്ടോ? കർത്താവിനെ വാഴിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ഭരണം മുഴുവനായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ എല്ലാ അർത്ഥത്തിലും, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. ഹൃദയത്തിൻ്റെ എല്ലാ അറകളും പരിശോധിക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും കർത്താവിൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കാനായിട്ടില്ല. കർത്താവിന് നമ്മെ അതുപോലെ ശോധന ചെയ്യുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ ആധിപത്യത്തിൽ, കർത്താവിൻ്റെ കർത്തൃത്വത്തിൽ വിശ്വസിക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ നയപ്രഖ്യാപനം നടക്കുകയാണ്. നയവിശദീകരണ യോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഗിരിപ്രഭാഷണത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യം, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ നയപ്രഖ്യാപനത്തിൽ കർത്താവ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ പറയുന്ന ഒരു കാര്യം, 8-ാം വാക്യം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എത്രമാത്രം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തെ, ഹൃദയത്തെ എത്രമാത്രം നാം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളുടെ മുൻപിൽ, അല്ലെങ്കിൽ സഭയിൽ ഒക്കെ നമ്മൾ വിശുദ്ധമായ നല്ലൊരു ഹൃദയത്തിന് ഉടമയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിലോ? ദൈവത്തിന് മുൻപിൽ എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയം എങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്? അത് വളരെ ചിന്തനീയമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഹൃദയം വിശുദ്ധീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിയുള്ളതാകണം? ബ്ലസ്സഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
അപ്പോൾ ആ ഹൃദയശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വല്ലപ്പോഴും നമ്മൾക്കറിയാം, നമ്മളെല്ലാ ദിവസവും നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരാണ്. നമ്മൾ ശാരീരികമായി നമ്മുടെ ജീവിതത്തിൽ 1, 2, 3 പ്രാവശ്യം നമ്മൾ കുളിക്കുകയും പല്ലു തേക്കുകയും അങ്ങനെയൊക്കെയുള്ള വിശുദ്ധീകരണ പ്രക്രിയകൾ എല്ലാ ദിവസവും പുതിയ അല്ലെങ്കിൽ വാഷ് ചെയ്ത ഡ്രസ്സ് ധരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു ദിവസം പോലും അതിന് വ്യത്യാസം വരുത്താറില്ല. എന്നാൽ നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്? നാം നമ്മുടെ ഹൃദയത്തെ എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്ലെസ്സഡ് ആർ ദ പ്യുവർ എന്ന് കർത്താവ് പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇത് നിസ്സാരമായൊരു വാക്യമല്ല. ഈ വാക്യം വായിച്ചാൽ നമ്മൾ ഞെട്ടണം. ഈ വാക്യം വായിച്ചാൽ നമ്മൾ അതിഭയങ്കരമായിട്ട് ഭയപ്പെടണം. കാരണം ഈ കർത്താവ് വസിക്കുന്ന ഹൃദയം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പെട്ടകം ഒന്ന് നോക്കി എന്നുള്ളതിൻ്റെ പേരിൽ അവര് ദൈവത്തിൻ്റെ പെട്ടകത്തെ നോക്കിയത് നിമിത്തം 50,070 പേര് കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകത്തെ തൊടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പേരസുസ നമുക്കറിയാം, കൊല്ലപ്പെട്ടത് നമുക്കറിയാം. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന ഒരു സ്ഥലം എത്രമാത്രം വിശുദ്ധമാണ് എന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകമല്ല, സാക്ഷാൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് വരികിൽ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നെ എത്രമാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നുവെങ്കിൽ ഞാൻ എത്ര ഭയപ്പെടേണ്ടതാണ്. ആണ്ടിലൊരിക്കൽ നാം മനസ്സിലാക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന്മാർ അവർ ആണ്ടിലൊരിക്കൽ മാത്രമാണ് ഈ പെട്ടകത്തിൻ്റെ അടുക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ തിക്തഫലമെന്ന് പറയുന്നത് ഭയാനകവും ഭീകരവുമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു ദൈവം, അത്ര വിശുദ്ധനായൊരു ദൈവം, അത്ര അനുഗ്രഹീതനായ അല്ലെങ്കിൽ അത്ര തേജോമയനായ ഒരു ദൈവം എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ അത്ഭുതാവഹമായൊരു കാര്യവും എത്രയോ ശുദ്ധമായ ഒരു മനസ്സോടുകൂടെ പരിശുദ്ധമായ ഒരു ഹൃദയത്തോടുകൂടെ ഞാൻ ജീവിക്കണമെന്നുള്ള ഉത്തരവാദിത്വ ബോധം ദൈവം എന്നെ ഓർപ്പിക്കുകയാണ്. അടുത്തത് നാം വായിക്കുന്നത്, ഈ ദൈവത്തെ അതുകൊണ്ട് നാം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഈ ദൈവം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. എങ്ങനെയാണ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്ത് എന്ന് നാം വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിൻ്റെ അധികാരം അതങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ട് ഞാൻ കർത്താവിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്യുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എബ്രായ വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മറ്റൊന്നും നമ്മൾ ഒന്നും സാധിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് പരമാർത്ഥമായ ഒരു ഹൃദയമുണ്ടായിരിക്കണം. നമ്മുടെ പരമാർത്ഥ ഹൃദയം ദൈവത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകുക. പലപ്പോഴും നമ്മൾ നിഷ്കളങ്കന്മാരായിട്ട് നടക്കണമെന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ എൻ്റെ മുൻപാകെ നടന്ന്
നിഷ്കളങ്കതയോടുകൂടെ നിഷ്കളങ്കനായി നടക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപാകെ നടന്ന് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ ആൻ അപ്രൈറ്റ് മാൻ. നീ എൻ്റെ മുൻപിൽ ഒരു നല്ല നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്ന് നീ നിന്നെ തന്നെ നടന്ന് അല്ലെങ്കിൽ ജീവിച്ച് തെളിയിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ എന്നെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, എനിക്കങ്ങനെ സാധിച്ചിട്ടുണ്ടോ, നമുക്കങ്ങനെ സാധിച്ചിട്ടുണ്ടോ, ദൈവസന്നിധിയിൽ നമുക്കങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ശോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, യാക്കോബ് 4:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. കർത്താവിൻ്റെ ആധിപത്യം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ അർത്ഥത്തിലുമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണം. വളരെ ശക്തമായൊരു വാണിങ്ങോടുകൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു വാണിങ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 3:12. അവിടെ ഹൃദയത്തോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ഈ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഹൃദയത്തെ ദൈവത്തിന് കൊടുത്ത് ഹൃദയം ദൈവത്തിൽ വാഴുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോയി ദൈവത്തെ ഹൃദയത്തിൽ വിശുദ്ധീകരിച്ച് ഹൃദയത്തിൽ വാഴുവാൻ അനുവദിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചെറിയ ആയുസ്സിൽ നമുക്കൊരിക്കലും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകുവാൻ അനുവദിച്ചു കൂടാ എന്ന് വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അടുത്തത്, ഈ ഹൃദയത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. അടുത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്ന അടുത്ത വിഷയത്തിലേക്കും വരികയാണ്. നമ്മുടെ മനസ്സ് നമുക്കെല്ലാവർക്കും ഒരു മനസ്സുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്, മനസ്സ് എവിടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ നമുക്കൊരു മനസ്സുണ്ട്, മനുഷ്യന് മനസ്സുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഹൃദയവുമായിട്ട്, നമ്മുടെ മനസാക്ഷിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയുള്ളൊരു മനസ്സാണ് ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു മനസ്സിനുടമയായിട്ട് നമ്മൾ ദൈവവചനപ്രകാരം ഓരോ ദിവസവും ഞാൻ മാറിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുക. എന്നാൽ ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പൂർണ്ണ മനസ്സോടെ എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിച്ചു പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നാം കഴിഞ്ഞ ആഴ്ച വായിച്ചു. അവിടെ ദൈവം തൻ്റെ കൃപയിൽ നമ്മുടെ മനസ്സിനെക്കുറിച്ച് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ വാക്യം 1-2 വട്ടം വായിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് പിന്നെയും ഞാൻ വായിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. കാരണം എൻ്റെ മനസ്സ് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. യേശു കർത്താവിൻ്റെ മനസ്സ്, ആ മനസ്സ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. കർത്താവിനെ ചമ്മട്ടി കൊണ്ടടിക്കുമ്പോൾ പിലാത്തോസിൻ്റെ പ്രിട്ടോറിയത്തിൽ, സെൻറ്റ് ആൻ്റണിയോസ് കോട്ടയിലെ പ്രിട്ടോറിയത്തിൽ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അല്ലെങ്കിൽ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, വളരെ ഭയാനകമായ നിലയിൽ ഉപദ്രവിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ മനസ്സിലൊരു മിന്നായം പോലെ ഇനി ഭൂമിയും മനുഷ്യനും വേണ്ട എന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ പ്രപഞ്ചം, ഈ മനുഷ്യൻ ഇതില്ലാതായി പോയനെ. പക്ഷേ സർവാധികാരിയായ കർത്താവിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള വലിയ സ്നേഹം കവിഞ്ഞൊഴുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് നമ്മുടെ കർത്താവിനുണ്ടായത്. അതേ മനസ്സ് സ്തേഫാനോസിനുണ്ടായതുകൊണ്ടാണ് ഇവരോട് ക്ഷമിക്കണമേ, ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കാനിടയായത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു ഉറച്ച മനസ്സൊരുക്കമുള്ള ഒരു മനസ്സ്, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് തിമോഥെയോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രത്യേക
വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവം സാക്ഷി. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്ന ഒരു അനുഭവം. നമ്മുടെ മനസ്സ് ദൈവത്തെ ആരാധിക്കാനായിട്ട് ചെല്ലുമ്പോൾ ദൈവം നോക്കുന്നത് നിർമ്മലമായ ഒരു മനസ്സാണോ എനിക്ക് നിങ്ങൾക്ക് ഉള്ളതെന്നാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ട്? നിർമ്മലമായൊരു മനസ്സ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിർമ്മലമായ ഒരു മനസ്സിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, വചനം ധ്യാനിക്കുവാനായിട്ട്, വചനം പഠിക്കുവാനായിട്ട്, വചനത്തിൻ്റെ വഴിയിലൂടെ പോകുവാനായിട്ട് നമുക്കിടയായി തീർന്നിട്ടുണ്ടോ? അതുകൊണ്ട് ആ നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പിന്നീട് 1 തിമോഥെയോസ് 1:5 കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു. 1 തിമോഥെയോസ് 1:5 നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. ആ വിശ്വാസം ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ സ്നേഹം നിമിത്തം എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 1:5 അവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. അവിടെ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇതെല്ലാം നമുക്കുണ്ടായി വർദ്ധിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുകയാണ്. നമുക്കെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യം, നമുക്ക് നല്ലൊരു മനസാക്ഷി. 1:18 അവിടെ പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്. 1 അധ്യായം 18 വാക്യം. 1 അധ്യായം 18 വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്കേൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ ഒരു നല്ല മനസാക്ഷി അനുസരിച്ച് യുദ്ധസേവ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക. നമുക്ക് ആ നല്ല മനസാക്ഷി എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശുദ്ധ മനസാക്ഷി എന്ന് 3:9 നമ്മൾ വായിക്കുന്നുണ്ട്. ശുദ്ധ മനസാക്ഷി. മനസാക്ഷിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇന്ന് നിത്യതയിലായിരിക്കുന്ന എമി ചെറിയാൻ സാറ് ചരൽക്കുന്നിൽ ഒരു ക്യാമ്പിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ട്. മനസാക്ഷിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ചരൽക്കുന്ന് ക്യാമ്പിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, മനസാക്ഷി കുറേ മുനകളുള്ള ഒരു ചക്രം പോലെയാണ്. അത് മനസ്സിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ കൂർത്ത ആ മുന നമ്മുടെ മനസ്സിൽ എവിടെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളുള്ളിടത്ത് തട്ടും. അതിനെ അദ്ദേഹം പറഞ്ഞത്, അതിനെ മനസാക്ഷി കുത്ത് എന്ന് പറയാം. എന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ ഈ കുത്തില്ലാതെ വരും. കാരണം ഇതിങ്ങനെ കറങ്ങി 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 അതിൻ്റെ മുനകളൊക്കെ അത് ഒരഞ്ഞു തീർന്ന് അങ്ങനെ മനസ്സ് ഒരു നിർജീവാവസ്ഥയിലേക്ക് കണ്ടും കേട്ടും ദൈവത്തോടുള്ള ഭയം കുറഞ്ഞും അവിശ്വാസം വർദ്ധിച്ചും ദൈവത്തോടുള്ള ആ സ്നേഹം, ആ ഹൃദ്യത, ദൈവത്തോടുള്ള പരമമായിരിക്കുന്ന സ്നേഹം അതിന് കുറവ് വരുമ്പോൾ ഈ മനസാക്ഷിയിൽ അത് കേവലം ഫ്രീ വീൽ പോലെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഒരു മനസാക്ഷി കുത്തുമില്ല. ആദ്യമൊക്കെ ഒരു നുണ പറയുമ്പോൾ, ആദ്യമൊക്കെ ഒരു കുറ്റം ചെയ്താൽ, ആദ്യമൊക്കെ ഒരു ദോഷം ചെയ്താൽ, ഒരു തെറ്റായ വാക്ക് പറഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് മനസാക്ഷിക്കുത്തുണ്ടാകും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഇത് ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെതിരെ നാം ദൈവത്തിൻ്റെ ആ മനസ്സിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നമ്മുടെ മനസ്സ് ചലിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസാക്ഷി കുത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനസാക്ഷി സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ആമുഖത്തിലേക്ക് കയറി. നമ്മുടെ ശരീരം, കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 വാക്യങ്ങൾ ചിന്തിച്ചിരുന്നു. ഒന്ന്, നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 16 വാക്യം. 1 കൊരിന്ത്യർ 6 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങളുടെ ശരീരം
വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നമുക്കുള്ളവരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതവും ബൈഹാർട്ടായിട്ടുള്ള വാക്യമാണ്. എന്താ അത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള ആ ജീവനുള്ള യാഗമായിട്ട്, അവിടുന്ന് വായിക്കുന്ന അങ്ങനെയാണ്, നമ്മെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. ആ യാഗമായിട്ട് സമർപ്പിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ. ഇവിടെ 12-ാം അധ്യായത്തിൽ നാം ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണമാണ്. ഈ സമർപ്പണം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സറണ്ടർ. ഇംഗ്ലീഷിൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്ത്, നമുക്കറിയാം 1971 യുദ്ധത്തിൽ സാം മനേക്ഷ അദ്ദേഹം യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ്റെ 1,00,000-ഓളം വരുന്ന സൈന്യത്തെ കീഴടക്കി. അവർ ആയുധം വെച്ച് കീഴടങ്ങി. സാം മനേക്ഷയുടെ മുമ്പിൽ എല്ലാ ആയുധങ്ങളും വെച്ചിട്ട് വെള്ള പതാക ഉയർത്തി തങ്ങൾ കീഴടങ്ങിയാണെന്ന് പറഞ്ഞു. ഇതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം ഈ ജഡത്തിൻ്റെ എല്ലാ ആയുധങ്ങളും വെച്ച് കളഞ്ഞ് ഈ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ട് നമ്മുടെ കർത്താവിന് നമ്മളെ തന്നെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഓഫർ യുവർ ബോഡീസ്, അഥവാ യാഗമായി സമർപ്പിക്കുക. ഒരിക്കലും യാഗപീഠത്തിൽ കിടന്ന് കത്തി ദഹിച്ച് ചാരമായി തീരുന്ന ആ മൃഗത്തിൻ്റെ ഉടൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ഇതുപോലെ നമ്മുടെ ശരീരങ്ങളെ കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കർത്താവിന് നൽകുകയാണ്. ഓഫർ, സാക്രിഫൈസ് എന്നുള്ള വാക്കുകളൊക്കെ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 6:12. അവിടുന്ന് വായിക്കുന്നത്: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം നമ്മുടെ ശരീരത്തിൽ വാഴാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ വാഴുന്ന ആരാണ്? ഇവിടെ വാഴരുത്, ആധിപത്യം നടത്തരുത്. കാരണം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്, യേശുക്രിസ്തു എൻ്റെ കർത്താവായതുകൊണ്ട്, എൻ്റെ ഭരണസാരഥിയായതുകൊണ്ട് ഒരിക്കലും ഇനി പാപം എൻ്റെ ശരീരത്തിൽ വാഴുവാൻ ഞാൻ അനുവദിച്ചുകൂടാ. പാപത്തിന് ഞാൻ കീഴ്പ്പെടുവാൻ പാടില്ല. അതിൻ്റെ തൊട്ടടുത്ത വാക്യം നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? നാം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വാഴരുത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ഒരു വാക്ക്, അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ പഠിക്കുന്ന പാണ്ഡിത്യമുള്ള ദൈവദാസന്മാരാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യം ഇങ്ങനെ പറയാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം: യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് പറയുക, യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടയാളം, എൻ്റെ കർത്താവിൻ്റെ ഒരു സിംബൽ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് കർത്താവ് എന്നിൽ വാഴുന്നു എന്നുള്ളത് അത് വഹിക്കുകയാണ്. അതിൻ്റെ ബാക്കി അർത്ഥങ്ങളിലേക്ക് പിന്നീട് നിങ്ങൾക്ക് കടന്നു പോകാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട പ്രദർശനമായി നാം നമ്മുടെ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നവരായി. ചന്ദ്രൻ ഒരിക്കലും സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിബിംബിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിവില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹീതമായിരിക്കുന്ന ദിവ്യ വെളിച്ചം എന്നിലും നിങ്ങളിലും തട്ടിയിട്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ച്
അനേകർക്ക് വെളിച്ചം പകരുന്ന ലൈറ്റ് ഹൗസുകളായിട്ട് മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അടുത്തത് നമ്മൾ വായിക്കുന്നത്, ഈ ശരീരത്തിന് അവയവങ്ങളുണ്ട്. നമ്മുടെ ഈ ശരീരത്തിന് എല്ലാ അവയവങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കുള്ള ശരീരത്തിൽ നമുക്ക് അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായി സമർപ്പിക്കരുത്. അവയവങ്ങൾ ആയുധമാണ്. ഈ അവയവങ്ങൾ അനീതിയുടെ ആയുധമായിട്ട് മാറരുത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായി, അവിടെ അനീതിയുടെ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ ആയുധമായി, പാപത്തിൻ്റെ ആയുധമായി, പിശാചിൻ്റെ ആയുധമായി, ജഡത്തിൻ്റെ ആയുധമായി, അങ്ങനെ നമ്മുടെ അവയവങ്ങൾ മാറാൻ പാടില്ല. അങ്ങനെ നമ്മുടെ അവയവങ്ങളെ മാറ്റുവാനായിട്ട് പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? തൊട്ട് താഴെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അപ്പം നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. ഒരു യഥാർത്ഥ കർത്തൃത്വം വിശ്വസിച്ച്, കർത്തൃത്വം ജീവിതത്തിൽ അങ്ങനെ തന്നെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം ചരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവയവങ്ങളെല്ലാം നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വളരെ ഗൗരവമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതിയുടെ ആയുധമായി. 2 ആയുധങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായിട്ട് സമർപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, അനീതിക്ക് സമർപ്പിക്കാതെ ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയണം. എൻ്റെ നാവ്, എൻ്റെ കണ്ണ്, എൻ്റെ കൈകൾ, എൻ്റെ ചിന്ത, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും അത് ദൈവത്തിൻ്റെ ആയുധമായിട്ട് മാത്രം, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി മാത്രം എന്നെ സമർപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്താ കണ്ണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈ ആയുധങ്ങളിൽ, ഈ അവയവങ്ങളിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അവയവമാണല്ലോ കണ്ണ്. കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. അപ്പം നമ്മുടെ കണ്ണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 37-ാമത്തെ വാക്യം ഈ തരുണത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ്. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ചു. ഈ വാക്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്. വ്യാജത്തെ നോക്കാതെ വണ്ണം. വ്യാജം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് അല്ലാത്തൊരു കാര്യത്തെ വ്യാജം എന്ന് പറയാം. റിയൽ അല്ല. ഒരു നാടകം പോലെ, ഒരു സിനിമ പോലെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു കോമഡി പോലെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലെ നമ്മൾ വ്യാജത്തെ എന്ത് ചെയ്യരുത്? നോക്കാൻ പാടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് വ്യാജത്തെ നോക്കാതെ തിരിക്കണം. അവിടെ നമ്മുടെ സെൽഫ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സെൽഫ് നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കണം. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ചു. 119-37. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ യുവതലമുറ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്നത്, ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റാകുന്നത്, ഏറ്റവും കൂടുതൽ പണത്തേക്കാൾ മൂല്യമുള്ള സമയം വെറുതെ ഇരുന്ന് നശിപ്പിച്ചു കളയുന്നത് ഒരു ചെറിയ 4 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീനുള്ളൊരു ഫോണിലാണ്, അല്ലെങ്കിൽ 6-8 ഇഞ്ച് വലിപ്പമുള്ള ഒരു ടാബിൻ്റെയോ ഒരു ലാപ്ടോപ്പിൻ്റെയോ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ മുൻപിലിരുന്ന് ദിവസങ്ങൾ നശിപ്പിച്ചു കളയുക, സമയം നശിപ്പിച്ചു കളയുക, കണ്ണ് വ്യാജത്തെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ എങ്ങനെയുണ്ട്? അതുകൊണ്ട് 101-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മുടെ കണ്ണുകളെക്കുറിച്ചൊരു വാക്യമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുക, ഒരു നീച കാര്യം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെക്കുകയില്ല. ഒരു നീച കാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുകയില്ല. നല്ല
മൊബൈൽ കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്, ലാപ്ടോപ്പ് കൊണ്ട് നമുക്ക്, കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗമുണ്ട്. അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കരുത്. പ്രിയപ്പെട്ടവരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി, അത് സമയത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു നീച കാര്യത്തിലേക്ക് നമ്മുടെ ഈ ഫോണോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളോ പോകുവാൻ ഇടയാകരുത്. അതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ അധികാരത്തിന് എന്നെ സമർപ്പിക്കുക. എങ്ങനെ സമർപ്പിക്കണം? നിയമം ചെയ്ത് സമർപ്പിക്കണം. എന്നെ ദൈവത്തിന് കൊടുക്കുന്നത് ഞാനും ദൈവം തമ്മിലൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരിക്കലും അത് ലംഘിക്കാൻ പാടില്ല. എങ്ങനെയാ നിയമം? യോബ് 31:1 നമ്മൾ വായിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു. എത്ര ഭയങ്കരമായൊരു കാര്യം അത്! കണ്ണിന് വരെ, എൻ്റെ കണ്ണുമായിട്ട് ഞാനൊരു നിയമം ചെയ്തു വെച്ചിരിക്കുക. എനിക്ക് ആ നിയമം ലംഘിക്കാനൊക്കത്തില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ആ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നാം വായിച്ചു. കൊലോസ്യ ലേഖനം 3:22 വായിച്ചു. അവിടെ നാം കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് കേവലം ദൃഷ്ടി സേവകളാലല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ഞാൻ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്. അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്. എന്താ ദൃഷ്ടി സേവ? എന്താ ഈ ദൃഷ്ടി സേവ? ഞാനത് പഠിച്ചപ്പോൾ, കങ്കാണി നോക്കി നിൽക്കുമ്പോൾ, ഇപ്പോൾ തേയിലത്തോട്ടത്തിലൊക്കെ കങ്കാണി നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും വളരെ സ്പീഡിൽ കൊളുന്ത് നുള്ളിയെടുക്കും. 2 കൈ കൊണ്ട് വളരെ വേഗത്തിൽ കൊളുന്ത് നുള്ളും. ഇവിടെ ഏലത്തോട്ടങ്ങളിൽ കങ്കാണി നോക്കി നിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ കുടയിലേക്ക് ഏലക്ക പറിച്ചിടും. എന്നാൽ കങ്കാണി മാറിക്കഴിയുമ്പോഴോ, കങ്കാണി എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ, അയാൾ മാറിക്കഴിഞ്ഞു കഴിയുമ്പം ഇവർ പഴയ കഥയും പഴയ പാട്ടും പഴയ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെയും പഴയ കാര്യത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ അടുത്ത് വരുമ്പം മാത്രമുള്ള ഒരു വിശ്വാസം, ആരാധനയോഗത്തിന് രാവിലെ വരുമ്പം നമുക്ക് വളരെ നല്ല വിശ്വാസമാണ്. വേദപുസ്തകമൊക്കെ ആയിട്ട് പാട്ടുപുസ്തകമൊക്കെ പിടിച്ച് വളരെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ പാടി ആരാധന കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പിന്നെ പിറ്റേ ഞായറാഴ്ച വരെ ദൃഷ്ടിസേവ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ദൈവമായിട്ട് ബന്ധപ്പെട്ട് ആ ഹൃദ്യമായ, ആ ഗാഢമായ ബന്ധത്തിൽ സുദൃഢമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? അത് ഞാൻ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തൊരു കാര്യം, ഈ അവയവങ്ങളിൽ മറ്റൊരവയവമാണ് കാത്, ചെവി, കാത്. ഞാൻ ഈ കാതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 7 പ്രാവശ്യം കർത്താവ് ദൈവസഭയ്ക്കുള്ള അവസാനത്തെ ദൂതിൽ 7 സഭകളോടും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഫെസോസ് സഭയോട് പറയുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്മുർന്ന സഭയോട് 2:11 പറയുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പെർഗമോസ് 2:17 അവിടെയും കർത്താവ് പറയുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2:21 ത്വേധേര സഭയോട് പറയുക, കർത്താവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3:6 സർദീസിലെ സഭയോട് പറയുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫി സഭയോടും ലവോദിക്ക സഭയോടും കർത്താവിന് പറയാനുള്ളത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സഭയോടുള്ള ബന്ധത്തിലാണ് ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എങ്കിലും എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അതൊന്ന് എടുത്തു കൊണ്ടുവന്നേ. കർത്താവ് എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സുള്ളവൻ, ചെവിയുള്ളവൻ, ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവൻ, അതനുസരിക്കാൻ താല്പര്യമുള്ളവൻ, അത് അംഗീകരിക്കാൻ താല്പര്യമുള്ളവൻ, അങ്ങനെയുള്ളവർ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ചെവിയിൽ അത് കേട്ടിട്ട് അത് കളയുന്നവരായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചെവി കേട്ട് അടുത്ത ചെവിയിലൂടെ കളയുക. ദൈവത്തിൻ്റെ വചനം അങ്ങനല്ല, കേട്ട് ഗ്രഹിക്കുക. മറിയ അതവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന വാക്യം, നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. നമുക്ക് സംഗ്രഹിച്ചു വയ്ക്കുവാൻ ചെവിയിലൂടെ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുവാൻ, വചനം കേട്ടിട്ട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുവാൻ
നമുക്കിടയായി തീരണം. ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ കർത്താവെ, നിൻ്റെ ആധിപത്യം എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം, കർത്താവെ അങ്ങയുടെ ആധിപത്യം എൻ്റെ കാതുമായിട്ടൊരു നിയമം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനമേ കേൾക്കൂ, എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് ഞാൻ എൻ്റെ ചെവി കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുവാൻ നമുക്കിടയായി തീരണം. 7 പ്രാവശ്യം ആവർത്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രിയിലും നമ്മളെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കാതുകളെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തൊരു കാര്യമാണ് നമ്മുടെ കാലുകൾ. ദൈവവചനത്തിൽ നടപ്പിനെക്കുറിച്ചും കാലിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ ദൈവത്തിൻ്റെ തിരുവഴുത്തിലൂടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് വിശദീകരണങ്ങളില്ലാതെ കടന്നു പോകട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 101 വാക്യം, കാലുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 119:101. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ഞാൻ എൻ്റെ കാലുകളെ വിലക്കുകയാണ്. എവിടുന്ന്? ദുർമാർഗങ്ങളിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. ദുർമാർഗങ്ങളിലൂടെ നടക്കുകയും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുക നടക്കുന്ന കാര്യമല്ല. 2 വള്ളത്തിൽ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കത്തില്ല. 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് സാധിക്കുന്ന ഒരു കാര്യം, ഒരു നല്ല യജമാനനെ തിരഞ്ഞെടുക്കുക, വഴി ഇതാകുന്നു എന്ന് മനസ്സിലാക്കി യോശുവ പറഞ്ഞ തീരുമാനത്തിലേക്ക് വരിക. ഞാനും എൻ്റെ കുടുംബവുമോ, നിങ്ങൾ നദിക്കക്കരെയുള്ള ദേവന്മാരെയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോകാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ. നമ്മൾ നോഹയെക്കുറിച്ച് വായിക്കുന്നത്, നോഹ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിതു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നമ്മുടെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാൻ എന്നെ തന്നെ വിലക്കേർപ്പെടുത്തണം. എനിക്ക് തന്നെ ഒരു വിലക്ക്. എവിടുന്നാ വിലക്ക് ഏർപ്പെടുത്തേണ്ടത്? ഞാൻ തന്നെ ഏർപ്പെടുത്തണം. എങ്ങനെ? ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ കാലുകളെ വിലക്കണം. കാരണം ഞാൻ ആരുടെയാ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ വകയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുത്തിരിക്കുക. എനിക്കൊരിക്കലും എനിക്ക് കർത്താവിൻ്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എനിക്ക് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ആ സ്വാതന്ത്ര്യം പാപം ചെയ്യുന്നതിന് മറയായിരിക്കുവാൻ പാടില്ല. ആ സ്വാതന്ത്ര്യം ദൈവഹിതത്തിന് വിപരീതമായിട്ട് ജീവിക്കുന്നതിന് മറയായിരിക്കാനായിട്ട് പാടില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ, ദൈവകൃപയോടുകൂടെ എപ്പോഴും കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയാം. മത്തായി എഴുതിയ സുവിശേഷം 18:8 കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കയ്യോ കാലോ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇടർച്ച വരാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് അത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് മാറ്റിക്കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വളരെ ഗൗരവമായിട്ട് പാലിക്കണം. അതുകൊണ്ടാണ് എഫേസ്യർ 5:2 അവിടെ സ്നേഹത്തിൽ നടപ്പിൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 4:17 ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നടക്കരുത്. എഫേസ്യർ 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. നമ്മൾ എല്ലാ ദിവസവും നടക്കുമ്പോൾ പരിശോധിക്കണം. നമ്മൾ പുതിയൊരു റൂട്ടിൽ പോവുകയാണെങ്കിൽ ഈ റൂട്ട് ശരിയാണോ, ഇത് തന്നെയാണോ എന്നറിയാൻ നമ്മൾ പലരോട് ചോദിച്ച് കൃത്യതയും ക്ലിപ്തത വരുത്തിയാണ് നമ്മൾ യാത്ര ചെയ്യത്തുള്ളൂ. അതേ വാക്കാ, അതുപോലെ ചെയ്യണമെന്നാ. ഞാനീ പോകുന്നത് ശരിയാണോ? ദൈവത്തിൻ്റെ വചനപ്രകാരം ഇത് കറക്റ്റാണോ? ഞാനിങ്ങനെ തന്നെയാണോ പോകേണ്ടത്? ഇത് തന്നെയാണോ എൻ്റെ വഴി? ദൈവത്തിൻ്റെ ആത്മാവ് ഈ വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം അനുസരിച്ചാണോ ഞാൻ എന്നെ ഈ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്? വിശുദ്ധിയുടെ പെരുവഴിയിലൂടെ. അതെ, യെശയ്യാപ്രവചനം 35:8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ ഹൈവേയിലൂടെ സഞ്ചരിക്കണം. വിശുദ്ധിയുടെ പെരുവഴി, ഹൈവേ ഓഫ് ഹോളിനെസ് എന്ന
ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ വിശ്വാസം കർത്താവിൻ്റെ ഹൈവേ ഓഫ് ഹോളിനെസ്സിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയായി തീരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്ഷണ രീതി പോലും വളരെ ശ്രദ്ധിക്കണമെന്ന് വേദപുസ്തകം പറയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കാറുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 1:8 11-17 വാക്യങ്ങളിലൊക്കെ ദാനിയേൽ അവരോട് കൂടെ, ആ ദാനിയേലും കൂട്ടുകാരും അവരുടെ തീരുമാനം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അത്? ഞാൻ ഈ ഭക്ഷണം കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കളങ്കം വരുത്തുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. അവർ തീരുമാനിച്ചു. അവർ ആ കാര്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട്, അവരാ കാര്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രയാസവും പിന്നീട് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുകയേ ചെയ്തുള്ളൂ. അവർ അവരെക്കാൾ പുഷ്ടിയുള്ളവരായിട്ട് തീരുകയേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം പോലും ക്രമീകരിച്ച് വേണം ജീവിക്കാൻ. ഫിലിപ്പിയർ 3:19 ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയർ 3:19 അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി ജീവിക്കുക. ഇന്ന് അനേകം ആളുകളെക്കുറിച്ച് നമ്മൾ തന്നെ പറയാറുണ്ട്, വയറിന് വേണ്ടി ജീവിക്കുക. അങ്ങനല്ല, ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു കൃത്യനിഷ്ഠ വേണം. ക്രേത്തരെക്കുറിച്ച് പറയുന്നത് അവർ സർവ്വതാ അസത്യവാദികളും പെരുവയറന്മാരുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഭക്ഷണത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം, ആഹാരത്തിന് വളരെ പ്രാധാന്യം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഉച്ചവരെ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ആത്മീകമായ ഒരു നല്ല അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവം, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവം, അത് 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവ രൂപവൽക്കരണം. അതെങ്ങനെയാണ്? കർത്താവിൻ്റെ സ്വഭാവം അവിടെ നമ്മൾ വായിക്കുന്നത്, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുക. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുക. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ പ്രകൃതിക്ക് പങ്കാളികളായിത്തീരുക. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുന്ന പോലെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു എന്ന യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-5 വാക്യത്തിൽ ആത്മസ്വഭാവമുള്ളവർ എന്നുള്ളൊരു പ്രയോഗം നമ്മളവിടെ കാണുന്നുണ്ട്. ആത്മസ്വഭാവം. കർത്താവ് നമ്മുടെ യജമാനനായിട്ടും കർത്താവിൻ്റെ ആധിപത്യത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, കർത്തൃത്വത്തിൽ നാം ജീവിക്കുമ്പോൾ, ആത്മാവിൻ്റെ സ്വഭാവം, ആത്മസ്വഭാവമുള്ളവർ, റോമർ 8:5 നമ്മളങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് ആ സ്വഭാവത്തെ, ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്ന പൗലോസ് പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദൈവരൂപത്തിലിരിക്കെ നമ്മളത് വായിച്ചിങ്ങോട്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. താഴ്ത്തുവാൻ ഉള്ള മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്, അത് നമുക്കുണ്ടായി വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മിലെപ്പോഴും ഉണ്ടാകണം. കർത്താവിൻ്റെ ഭാവം എന്തായിരുന്നു? കർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? കർത്താവിൻ്റെ മനസ്സെന്തായിരുന്നു? കർത്താവിൻ്റെ പ്രകൃതി എന്തായിരുന്നു? അത് നമ്മളൊന്ന് പഠിക്കണ്ടേ? നമുക്ക് നമ്മുടെ കർത്താവിനെ നന്നായി അറിയാം. ആ കർത്താവിനെ അറിഞ്ഞ് പഠിച്ച് അവനെ അറിയാമോ എന്ന് വെച്ച് പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ പോലും അത് നിർത്തിക്കളയാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പൗലോസ് പറയുക, റോമാലേഖനം 12-16 വാക്യത്തിൽ, തമ്മിൽ വലിപ്പം ഭാവിക്കാതെ എന്നൊരു വാക്കുണ്ട്. തമ്മിൽ വലിപ്പം ഭാവിക്കരുത്. കർത്താവിൻ്റെ മുൻപിൽ താഴ്മയോടെ, സഹോദരങ്ങളുടെ മുൻപിൽ താഴ്മയോടെ, വിനയത്തോടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കാലുകളെ കഴുകുവാൻ തുനിഞ്ഞത് നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് 12:3 നാം വായിക്കുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം നമ്മുടെ ഭാവങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ കർത്താവിൻ്റെ സ്വഭാവത്തോട് തത്തുല്യമാക്കി രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ ആധിപത്യം, കർത്താവിൻ്റെ കർത്തൃത്വം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.